ഡോക്ടർ, അതേപോലെ ഈ അടുത്തിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയുടെ സാമ്പത്തിക കേസ് അന്വേഷിക്കാൻ ED ഉദ്യോഗസ്ഥർ വന്നപ്പോൾ പാർട്ടിക്കാരെ അറിവിട്ട് അവരെ തടഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുഴങ്ങിക്കേട്ടൊരു മുദ്രാവാക്യം പോലത്തെ ഒരു കൊലവിളിയായിരുന്നു, CPI വെട്ടിയ പാർട്ടിയാണ്. ആ രീതിയിലൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ CPI വെട്ടിയ പാർട്ടി എന്ന രീതിയിൽ പിന്നീട് അത് സോഷ്യൽ മീഡിയയിലേക്ക് വന്നപ്പോൾ ആൾക്കാരത് കേട്ടത് കൂടുതലും TPI വെട്ടിയ പാർട്ടിയാണെന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ടുപേരും വെട്ടിയിട്ടുണ്ട്, CPI വെട്ടിയിട്ടുണ്ട്, TPI വെട്ടിയിട്ടുണ്ട്. അതെന്താണ് ഈ രണ്ട് വെട്ടലിൻ്റെയും അതിൻ്റെ കാരണങ്ങളും അത് കഴിഞ്ഞുണ്ടായ അതിൻ്റെ പരിണിത ഫലങ്ങളും എന്തായിരുന്നു നോക്കാം. ഇതിൽ CPI വെട്ടിയ കാര്യമാണ് ആദ്യം നടക്കുന്നത്. CPI വെട്ടി എന്ന് പറയുന്നത് നമുക്കറിയാം, CP രാമസ്വാമി എന്ന് പറയുന്നത് 1936 മുതൽ 47 വരെ തിരുവിതാംകൂറിൽ ദിവാനായിട്ട് നിന്നിരുന്ന ആളാണ്. അപ്പോൾ ആ ഒരു 46 കൊള്ളിച്ചിട്ടാണ് ഈ പറയുന്ന അദ്ദേഹം ജാനുവരിയിലാണ് അമേരിക്കൻ മോഡൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ മറ്റൊന്നുമല്ല, അമേരിക്കൻ മോഡൽ പരിഷ്കാരം എന്ന് പറയുന്നത് ഇന്ത്യ സ്വതന്ത്രമാകാൻ പോകുന്നു. സ്വതന്ത്രമാകുമ്പോൾ ആ സ്വാതന്ത്ര്യത്തോട് ബന്ധപ്പെട്ടുണ്ടാകുന്നൊരു കൂട്ടായ്മ, അതാണല്ലോ ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് രാജകീയ ഭരണാധികാരങ്ങളെല്ലാം തകർന്ന് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു ജനാധിപത്യ സംവിധാനം വരുന്നു. അപ്പോൾ ഇത് ഈ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് തിരുവിതാംകൂറും സ്വാഭാവികമായിട്ട് ചേരേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ചേരേണ്ടതില്ല എന്ന് ദിവാൻ ഒരു തീരുമാനമെടുക്കുകയാണ്. അതാണ് അമേരിക്കൻ മോഡൽ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതായത് ഇവർ പറഞ്ഞു വെക്കുന്നത് പൂർണ്ണമായിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്ന സ്വാതന്ത്ര്യം മുമ്പുണ്ടായിരുന്നൊരു ഇന്ത്യയുണ്ട്. ആ ഇന്ത്യ അതേപടി നിൽക്കുകയാണെങ്കിൽ ഞങ്ങളതിൽ ചേരാം. പാകിസ്ഥാനെ വിഭജിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പൂർണ്ണമായിട്ടുള്ളൊരു ഇന്ത്യയല്ല. അതുകൊണ്ട് തന്നെ അതിൽ ഞങ്ങൾ ചേരാനും താല്പര്യമില്ല. മാത്രമല്ല, അത്തരമൊരു ഇന്ത്യ രൂപീകരിക്കപ്പെടുമ്പോൾ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന നിയമനിർമ്മാണ സഭയോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സഭകളുണ്ട്, അല്ലെങ്കിൽ നിർമ്മാണത്തോട് ബന്ധപ്പെട്ട് അതിലൊന്നും തന്നെ തിരുവിതാംകൂർ പങ്കെടുക്കില്ല എന്നും നിഷ്പക്ഷതയോടെ നിലനിൽക്കും. അതായത് ഒരു സന്ധിയുടെയോ അല്ലെങ്കിൽ ഒരു പാക്റ്റിൻ്റെയോ അടിസ്ഥാനത്തിൽ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്വതന്ത്ര രാഷ്ട്രമാണെന്നുള്ളതാണ് സർ CP മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ സർ CPയോട് ബന്ധപ്പെട്ട് വരുന്ന ഈ ഒരു ആശയങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന വെടിവയ്പ് എന്ന് പറയുന്നത് അന്ന് ഈ നമ്മുടെ മഹാരാജാവെന്ന് പറയുന്നത് ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തോട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിലൊക്കെ തന്നെയാണ് ഈ വെടിവയ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളോട് അനുബന്ധിച്ചിട്ടാണ് KCS മണി എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത് റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറ്റൊരു ഘടകമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുണ്ടാകുന്ന ഒരു പ്രവർത്തകനാണ്. അപ്പോൾ ഈ റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് 1940 രൂപീകരിക്കുന്നത്. നമുക്കറിയാം 1925 CPI, ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പറയുന്ന CPI രൂപീകരിക്കുന്നത് 25 ഡിസംബർ 26 ബന്ധപ്പെട്ടാണ് അത് രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ CPI മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട്. ആ ആശയം എന്ന് പറയുന്നത് സോഷ്യലിസം, സമ്പൂർണ്ണമായിട്ടുള്ള സോഷ്യലിസം കൊണ്ടുവരിക. പക്ഷേ സോഷ്യലിസം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ജനാധിപത്യ വിപ്ലവം ഉണ്ടാകണമെന്നും അതിലൂടെ സോഷ്യലിസം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചവരാണ്. അപ്പോൾ KCS മണിയോട് ബന്ധപ്പെട്ട് വരുന്ന RSPയുടെ ഒരു കാഴ്ചപ്പാടാണ്. അവരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അതായത് സോഷ്യലിസമാണ്. അതിനുവേണ്ടി കാത്തിരിക്കാൻ സമയമില്ല, ദ്രുതഗതിയിലുള്ള സോഷ്യലിസം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആശയങ്ങൾ എന്ന് പറയുന്നത് ബംഗാളിനോട് ബന്ധപ്പെട്ട് വരുന്ന അനുശീലന സമിതി, അതുപോലെ തന്നെ കൊളോണി ശക്തികളുണ്ട്, അവർക്കിത് രൂപപ്പെട്ടിട്ടുള്ള ബംഗാളിനോട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടിട്ടുള്ള അവിടുത്തെ സായുധ സംഘങ്ങളുണ്ട്, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് ബന്ധപ്പെട്ട് സായുധ സംഘങ്ങളുണ്ട്. അതിനോടനുബന്ധിച്ചിട്ടാണ് കേരളത്തിൽ ഈ പറയുന്ന ഒരു പ്രവർത്തനമായിട്ട് നിൽക്കുന്ന ഒരാളാണ് KCS മണി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഈ സ്വാതിരുനാളിനോട് ബന്ധപ്പെട്ട് വരുന്ന അദ്ദേഹത്തിൻ്റെ മരണത്തോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ശതാബ്ദി, അതിൻ്റെ ഒരു ആഘോഷ പരിപാടി അനുസ്മരണം നടക്കുന്ന വേദിയിൽ അവിടെ മഹാരാജാവുണ്ട്, അതുപോലെ ദിവാനായിട്ടുള്ള സർ CP ഉണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു സംഗീത വിരുന്നിനോടനുബന്ധിച്ച് അത് കഴിഞ്ഞതിന് ശേഷം സർ CP കാറിൽ കയറാൻ വേണ്ടി അതിൻ്റെ സമീപത്തേക്ക് പോകുമ്പോഴാണ് ഈ മണി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ അദ്ദേഹത്തെ വെട്ടുന്നത്. ആദ്യത്തെ വെട്ടെന്ന് പറയുന്നത് കഴുത്തിലാണ് വെട്ടുന്നത്. അപ്പോൾ അത് ഷാൾ ധരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വെട്ടെന്ന് പറയുന്നത് ഇടത് ഭാഗത്തെ കവിളിൻ്റെ താഴെയിലാണ്. അപ്പോൾ കവിള് ഇങ്ങനെ മുറിഞ്ഞ് നല്ലോണം തൂങ്ങുന്നുണ്ട്. പിന്നെ അപ്പോൾ തന്നെ കറണ്ട് പോകുന്നു. പിന്നീടും അദ്ദേഹത്തെ വെട്ടിയെന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിനകമേ നിലനിൽക്കേണ്ടതില്ലെന്ന് വാശി പിടിച്ച ഒരു ദിവാനായിരുന്നു സർ CP എന്ന് പറയുന്നത്. സർ CP ഇത്തരം ഒരു ആശയം നിലനിർത്താൻ വേണ്ടി, അതായത് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിൽക്കേണ്ടതുകൊണ്ട് ഒരു ആശയം നിലനിർത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് കാശ്മീരിൽ എന്ന് പറയുന്ന രാജാക്കന്മാരോടും ഹൈദരാബാദിലെ നിസാമിനോടും ഇദ്ദേഹം ആശയവിനിമയം നടത്തുന്നുണ്ട്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു വക്താവായിരുന്നു ഈ പറയുന്ന സർ CP എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സർ CP എന്ന് പറയുന്ന ഒരാൾ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിരുന്നു.
ജവഹർലാൽ നെഹ്റു സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഈ പറയുന്ന ഇദ്ദേഹം അതിൻ്റെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അതായത് സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വക്താവാണ്. ദിവാനായി മാറുമ്പോൾ ആ സ്വാതന്ത്ര്യ സമരത്തോട് അനുബന്ധിച്ചുണ്ടാകുന്ന അതുവരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ നിരാകരിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട്, അതായത് ജനാധിപത്യ സംവിധാനത്തെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ മോഡൽ പരിഷ്കാരങ്ങളുടെ പുറകിൽ സഞ്ചരിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു വക്താവിനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ബന്ധപ്പെട്ട് വരുന്ന മണി വെട്ടുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ആണ് അദ്ദേഹം ഇവിടുന്ന് പാലായനം ചെയ്യുന്നത്, സർസിപ്പി ഇവിടുന്ന് പാലായനം ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പറയുന്ന ചിത്തിര തിരുനാൾ എന്ന് പറയുന്ന മഹാരാജാവും അദ്ദേഹത്തോടനുബന്ധിച്ചുണ്ടാകുന്ന ഒരു രാജകുടുംബം ഇന്ത്യൻ യൂണിയനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു വെട്ട്, അതായത് സർസിപ്പിയോട് അനുബന്ധിച്ചുണ്ടെന്ന ആദ്യത്തെ വെട്ടെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന അതിൻ്റെ ശക്തിയെ രൂപീകരിക്കുന്നതിൽ വലിയൊരു പ്രാധാന്യത്തോടാണ് സംഭവിച്ചിട്ടുള്ളത്. അല്ല എങ്കിൽ CPയോട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഈ തിരുവിതാംകൂറിലെ ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗങ്ങൾ ഒരു പ്രത്യേക രാജ്യമായിട്ട് നിലനിൽക്കുമ്പോൾ രാജ്യത്തിനകത്ത് തന്നെ മറ്റൊരു ശക്തി വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ സംവിധാനം തകർക്കപ്പെടാനുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ ഇല്ലായ്മ ചെയ്യാൻ CPയുടെ വെട്ട് ഉപകരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആശയം, അതായത് ഒരു ജനാധിപത്യ സംവിധാനത്തെ നിലനിർത്താൻ വേണ്ടി കമ്മ്യൂണിസ്റ്റോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ പോരാളികൾ നിലനിന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് AK ആൻ്റണി ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ പറയുന്ന മണിയുടെ അർദ്ധകായ പ്രതിമ അദ്ദേഹത്തിൻ്റെ നാടായിട്ടുള്ള ഈ അമ്പലപ്പുഴ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വെട്ടെന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിയെ കൊല്ലാൻ ശ്രമിച്ചു, അത് വെട്ടെന്ന് പറയുന്നത് നമുക്ക് ഒരു മനുഷ്യനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷേ രാജ്യത്തിൻ്റെ ഒരു ഐക്യപ്പെടലിലേക്ക് അതിന് ആ ഒരു വെട്ട് മാറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞു വെക്കുന്നത്. മറിച്ച് ഈ പറഞ്ഞു വെക്കുന്ന TPയോട് ബന്ധപ്പെട്ട് വരുന്നൊരു വെട്ടുണ്ട്. ആ വെട്ടെന്ന് പറയുന്നതാണ് ഈ പ്രതിഷേധത്തിൻ്റെ ഇടയിൽ വരുന്ന ഒരു വലിയൊരു മുദ്രാവാക്യമാണെന്ന രീതിയിൽ മറ്റു വിഭാഗം, അതായത് ഇവർ പറഞ്ഞു വെക്കുന്ന CPI വെട്ടി എന്ന് പറയുമ്പോൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് നിങ്ങൾ CPI വെട്ടിയവരല്ല TPI വെട്ടിയവരാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ ഒരാളെ കൊന്നെന്ന് നിങ്ങൾ ഇപ്പോൾ സമ്മതിക്കുകയാണെന്ന് പറയുന്നത്. നമുക്കറിയാം 2009 ഈ TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരാൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാറിക്കൊണ്ട് പുതിയൊരു പാർട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പാർട്ടിയോടെല്ലാം ബന്ധപ്പെട്ട് വരുമ്പോൾ 2012 അദ്ദേഹത്തെ ഈ വാടക കൊലയാളി ഉപയോഗിച്ചുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ബന്ധപ്പെട്ടവരാണെന്ന് പറയുന്ന ഒരു വിഭാഗം കൊല്ലുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെ നിരാകരിക്കുന്നുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അനുഭാവമുള്ള പല വക്താക്കളും ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു എന്നുള്ള കാര്യം ഈ ജനങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ 51 വെട്ടെന്ന് പറയുന്നത് 51 വയസ്സുള്ള TP ചന്ദ്രശേഖരനെ 51 വെട്ടിലൂടെ കൊന്നെന്ന് പറയുമ്പോൾ 51 ആഴത്തിലുള്ള മുറിവുകളുണ്ടായെന്ന് പറയുന്നത്. 51 വർഷം ജീവിച്ചവൻ ഓരോ വർഷത്തിന് അവൻ്റെ ശിക്ഷ എന്ന രീതിയിലാണ് ഓരോ വെട്ടിനെ നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ആ വെട്ടിനെ അതിനെ വലിയ ഒരു മഹത്തരമായൊരു പ്രവൃത്തിയായിട്ട് കൊണ്ടാടുന്ന കമ്മ്യൂണിസ്റ്റുകളുണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റുകൾ ആ വെട്ടിനെ ഒരു മഹത്തരമായിട്ട് കണക്കാക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ആശയത്തോട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നും കമ്മ്യൂണിസം വിമർശിക്കപ്പെടുകയാണെന്ന ഒരു ധാരയിലേക്ക് ഇത്തരം വെട്ടുമാറിയിട്ടുണ്ട്. ആദ്യത്തെ CP രാമസ്വാമിയോട് അനുബന്ധിച്ചുണ്ടാകുന്ന ഒരു വെട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രീയ വ്യവസ്ഥയെ ഊർജ്ജപ്പെടുത്താൻ സഹായിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ബന്ധപ്പെട്ട് 2012 ഒരു കൊലപാതകം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖച്ഛായക്ക് തന്നെ ഒരു പ്രഹരമായിട്ടാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളെ കൊല്ലാൻ വേണ്ടി ഇത്രയും മൃഗീയമായ ഒരു രീതിയിൽ കൊലപാതകം നടത്തിയിട്ടും അതിനെ തള്ളിപ്പറയാൻ പാർട്ടി തയ്യാറായിട്ടുണ്ടോ? പാർട്ടി പറയുന്നത് ഞങ്ങളല്ല എന്ന് പറയുമ്പോഴും പാർട്ടിയോട് അനുഭാവമുള്ളവർ, പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നവർ അതിൻ്റെ ആ കേസിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ വെട്ടിനെ പാർട്ടി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പാർട്ടിയെ തള്ളിക്കളയുന്നില്ലെങ്കിൽ ഈ പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയ ഒരു വെട്ടായിട്ടാണ് ഈ TP ചന്ദ്രശേഖരൻ്റെ ഈ മരണത്തെയും അതിനോടനുബന്ധിച്ച് ഇപ്പോൾ പറയപ്പെടുന്ന ഈ ഒരു വെട്ടിനെ നമുക്ക് കണക്കാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.